ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ സദ്യക്കൊക്കെ നമ്മൾ സ്ഥിരമുള്ള ഇഞ്ചിക്കറി, സദ്യ സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇത്ര ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് വട്ടത്തിൽ വളരെ കനം കുറഞ്ഞ് നമ്മൾ അരിഞ്ഞെടുക്കണം. എല്ലാം ഒരേ കനവുമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്ത് വറക്കാനുള്ളതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെയായിരിക്കും എപ്പോഴും ഇതിന് ടേസ്റ്റ്, കാരണം കറി വെക്കുമ്പോഴത്തേന്. എൻ്റെ അകത്തോട്ട് ഞാനൊരു പകുതി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. എണ്ണയിൽ മുങ്ങിക്കിടക്കാമെങ്കിൽ പെട്ടെന്ന് ഇഞ്ചി മൂത്ത് കിട്ടും, അല്ലെങ്കിൽ താമസമാണ്. അതുകൊണ്ടാണ് ആദ്യം ഇട്ട ഇഞ്ചി മൂത്ത് ഉണ്ടോ, ഈ പാകമായാൽ മതി. ഒത്തിരി കരിഞ്ഞു പോവുകയും ചെയ്യല്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇഞ്ചി കൂടി ഈ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കാം. അധികം സമയമൊന്നും വേണ്ട മൂക്കാനായിട്ട്, കാരണം കനം കുറച്ചാണല്ലോ നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേന്, ഒരല്പം ബ്രൗൺ ആകുമ്പോഴത്തേന് വാങ്ങണം, കോരിയെടുക്കണം. ഇതുപോലെ ഈ പാകം മതി, കറക്റ്റ് പാകമാണിത്. കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെ കരിചുവ വരും. നമ്മുടെ ഇഞ്ചിയെല്ലാം വറുത്ത് കോരിയെടുത്ത് ഇനി നമുക്ക് ഒരു ചെറു ചൂടോടെ തന്നെ നമുക്കിത് പൊടിക്കാം. ഒരല്പം ഒന്ന് ആറിക്കോട്ടെ. ആറിക്കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളതെല്ലാം മിക്സിയിലേക്ക് മാറ്റുകയാണ്. ചൂടൊരല്പം കുറഞ്ഞിട്ടുണ്ട്. ചെറു ചൂടോടെ പൊടിച്ചെടുക്കാം. ഇത് നൈസ് പൊടിയാകണ്ട, ഒരല്പം തരങ്ങോട് കൂടി വേണം പൊടിക്കാനായിട്ട്. കാരണം ഇത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇത് കുതിരും അങ്ങോട്ട്. അപ്പോൾ അത് വീർത്തിങ്ങനെ വലുതായിട്ട് വരും. ഈ പാകം മതി. ഇനി നമുക്ക് കുറച്ച് പുളി, ഇതിന് ഇച്ചിരി ഏറെ പുളി വേണം കേട്ടോ. കാരണം ഇതിനകത്ത് പുളി ചേർത്താലും അങ്ങോട്ട് പുളി കൂടിയല്ല, ഇച്ചിരി കൂടുതൽ പുളി വേണം. അതുപോലെ തന്നെ കുറച്ച് ശർക്കരയും വേണം. ആ ഇഞ്ചിയുടെ കുത്തലും ഒക്കെ ഒന്ന് കുറയാൻ വേണ്ടി, ഒരു ചെറു മധുരമൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ ഇഞ്ചി വറുത്ത എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. വേറെ എണ്ണയുടെ ആവശ്യമില്ല, നമുക്ക് ഇഞ്ചി വറുത്ത എണ്ണ തന്നെ മതി. കുറച്ച് വറ്റൽ മുളക് കൂടി ഇടാം. ഇനി അല്പം കരിവേപ്പില. നമ്മുടെ കറിവേപ്പിലയാണല്ലോ പ്രധാനം ഇഞ്ചിക്കറിക്ക്. അതുപോലെ ഇനി മുളകും മുഴുവത്തിനോട് അത് ഇട്ട് വറുത്തെടുക്കുമ്പോഴത്തേനാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി അല്പം മുളക് പൊടി മതി കേട്ടോ. ഇതിന് എരിവ് പെട്ടെന്ന് കൂടും. അതുകൊണ്ട് വളരെ കുറഞ്ഞ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മുളക് പൊടി ഇടുമ്പം തീരെ കുറയ്ക്കണം. ഇനി അല്പം മല്ലിപ്പൊടിയും കൂടി ഇടാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടി ഇടുമ്പോഴത്തേന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നിലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിടുക, അല്ലെങ്കിൽ തീരെ കുറച്ചിട്ടിടുക. നമുക്ക് ആ പുളിവെള്ളം കൂടി ഒഴിക്കാം. മുളകൊന്നും കരിഞ്ഞു പോകാതിരിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കാം. നമ്മുടെ ശർക്കര ചേർക്കാം. ആ എരിവും പുളിയും മധുരവും എല്ലാം കൂടി വരുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഇനി വരുന്നത്. ഈ മധുരവും ഒക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ചിലർക്ക് ഇച്ചിരി നല്ല മധുരം ഉള്ളത് ഇഷ്ടമാണ്. ഞാനൊരു അത്രയ്ക്ക് മധുരം ചേർത്തിട്ടില്ല. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. നമ്മുടെ ഇഞ്ചി പൊടിച്ച് വെച്ചിരിക്കുന്ന കൂടി ഇടാം, വറുത്ത് പൊടിച്ച് വെച്ച. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കുക, എന്നാൽ കുറച്ച് വെള്ളം വേണം. ഇത് കാരണം കുതിരും ഇത്, അന്നേരം വെള്ളം കാണുകയില്ല. അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിക്കാവുന്നതാണ്. തണുക്കുമ്പോൾ അങ്ങ് കുതിരും ഇഞ്ചിയല്ല, കാരണം നമ്മൾ എണ്ണയ്ക്കകത്ത് വറുത്തെടുത്തല്ലേ. കറിവേപ്പില കൂടി ചേർക്കുക.
ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. കണ്ടോ, തിളയ്ക്കുമ്പോൾ ആ ഇഞ്ചിയിൽ എണ്ണയെല്ലാം ഇറങ്ങി എണ്ണ തെളിഞ്ഞു വരും. അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ റെഡിയായി, എന്നാലും ആ എണ്ണയെല്ലാം ഒന്ന് തെളിയത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. ഇനി ഒരല്പം ഉലുവയുടെ ചേർക്കാം. ചിലതിൻ്റെ അകത്ത് കായം ചേർക്കാറുണ്ട്, ഞാൻ കായം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് കായം ചേർക്കണമെങ്കിൽ ഒരല്പം കായവും ചേർക്കാവുന്നതാണ്. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ എരിവൊന്നുമില്ല. മുളക് പൊടി ഞാൻ അല്പം ഇട്ടിട്ടുള്ളൂ. അല്പം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ. കാണുമ്പോൾ നമുക്ക് ഒരുപാട് എരിവുണ്ടെന്ന് തോന്നും, പക്ഷേ ഇല്ല. ആ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചെന്നപ്പോൾ ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം.